ഇപ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ശബരിമലയുമായി അയ്യപ്പ വിശ്വാസികളുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാറിനെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? സംഘപരിവാറിന് ആ ക്ഷേത്രത്തോട് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അയ്യപ്പ വിശ്വാസികളെ അപകടപ്പെടുത്തുന്ന വിധം അവിടെ കേസ് നൽകിയത് സംഘപരിവാർ സംഘടനകളാണ്. തങ്ങളുടെ സ്ത്രീ സമൂഹ നേതാക്കളെ കൊണ്ട് പരാതി കൊടുക്കുക, സുപ്രീം കോടതിയിൽ അതിന് പണം മുടക്കുക, അങ്ങനെ കേസിൽ അനുകൂല വിധി നേടുക. അനുകൂല വിധി നേടിക്കഴിഞ്ഞാൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാം, സ്ത്രീകൾക്ക് മല ചവിട്ടാം എന്ന് ജന്മഭൂമി വാർത്ത കൊടുക്കുക. അതിന്റെ തുടർച്ചയായിട്ട് തങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വ്യക്തമാക്കുക. അതിനുശേഷം വിശ്വാസികളെ ഇളക്കി വിട്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയ കളി നടത്താം, ഇതൊരു സുവർണാവസരമാക്കാം, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാം, അവിടെ ചോരി ഒഴുക്കാനുള്ള വഴി എന്താണ്, വിശ്വാസികളുടെ പേരിൽ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള വഴി എന്താണ്, ഇതെല്ലാമാണ് സംഘപരിവാരം പരിശ്രമിച്ചത്. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം സംഭവിച്ചത്, കഴിഞ്ഞ വർഷങ്ങളിൽ ശബരിമലയിലേക്ക് സംഘപരിവാർ തിരിഞ്ഞു നോക്കുന്നേയില്ല. അവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളേ ഇല്ല. താല്പര്യം നഷ്ടപ്പെട്ടു. തങ്ങൾക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ശബരിമല ഒരു നിമിത്തമാകും എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷെ ശബരിമലയെ ദുരുപയോഗിച്ചുകൊണ്ട്, വിശ്വാസികളെ ദുരുപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത വിധം കടന്നാക്രമണത്തിന്റെ വേദിയായി ശബരിമലയെ ദുരുപയോഗിച്ചതോടുകൂടി ഉള്ള അക്കൗണ്ട് പോലും നഷ്ടപ്പെട്ട ഗതികേടിലാണ് സംഘപരിവാരം നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, എല്ലാ വിശ്വാസമൂർത്തികളും LDFനോടൊപ്പമാണ്. വിശ്വാസികൾ മാത്രമല്ല, അവരുടെ മൂർത്തികളും LDFനോടൊപ്പമാണ്. അതിന് കാരണം 5 കൊല്ലക്കാലം ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലൂടെ മാത്രമല്ല, കോവിഡ് കാലത്ത് നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നു. അവിടെ തിരി കൊളുത്തുമ്പോൾ പടുതിരി കത്തി ആരാധനാലയങ്ങൾ തകർന്നു പോകണം എന്നാണ് സംഘപരിവാർ ആഗ്രഹിച്ചത്. 100 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനടക്കം കേരള സർക്കാർ നൽകി അവിടെ ഒരു കാരണവശാലും തിരി കെടാൻ സംരക്ഷിക്കണം, വിശ്വാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. എല്ലാ മതവിശ്വാസികളോടും സർക്കാരിന് അതേ താല്പര്യമുണ്ട്. ഇതൊക്കെ CPMന്റെ ആരോപണങ്ങളാണ്. പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഏതൊരാൾ പറയുകയാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ മറ്റാർക്കും കഴിയില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഈ പരിവാർ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണ്, ഞങ്ങളെ കൂടി ഈ സംഗമത്തിൽ ഉൾപ്പെടുത്തണം എന്ന് അവർ പറഞ്ഞാൽ, അവർ അയ്യപ്പ വിശ്വാസികളായി ഞങ്ങളെ എന്തിനൊഴിവാക്കുന്നു എന്ന് അവർ ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയും? ഒരാളുടെ വിശ്വാസത്തെ നമുക്ക് അളന്നെടുക്കാൻ സാധ്യമല്ലല്ലോ. അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. ആ സംഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘപരിവാരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധമുള്ള സദുദ്ദേശപരമായ താല്പര്യങ്ങളുമില്ല എന്ന് നാടിന് ബോധ്യപ്പെട്ടതല്ലേ? ആ ബോധ്യം നിലനിൽക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടനം എങ്ങനെയായിരുന്നു പൂർത്തിയായത്? ചരിത്രത്തിൽ ഏറ്റവും മികവാർന്ന നിലയിൽ ഇത് പൂർത്തിയായി. ശബരിമല പാക്കേജ് LDF മുന്നോട്ട് വെച്ചു. അതിന്റെ ഭാഗമായ വികസന പദ്ധതികൾ സംസ്ഥാനം അവിടെ നടപ്പാക്കുന്നു. ശബരിമലയിൽ വിമാനത്താവളം വരുന്നു. ഇനി ശബരിമലയ്ക്ക് വികസനം വേണം. അതിന് താല്പര്യമുള്ളവർക്ക് അവരുടെ താല്പര്യങ്ങൾ സർക്കാരിനെ അറിയിച്ചാൽ താല്പര്യമുള്ളവരോടൊപ്പം നിൽക്കും. ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യത്തിലുള്ള അയ്യപ്പ സംഘവുമല്ല, ഏതെങ്കിലും വിശ്വാസത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന അയ്യപ്പ സംഘവുമല്ല. പിന്നെ ശബരിമലയ്ക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? അതിനെ ഒരു ആഗോള അയ്യപ്പ സംഗമമാണോ സംഘടിപ്പിക്കേണ്ടത്? അതിന് മറിച്ച് ഭരണതലത്തിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണോ ശബരിമലയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്നത്, അതിന് പത്തനംതിട്ട ജില്ലാ കളക്ടറും അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘവും ഒക്കെ അടങ്ങുന്ന ഇതിന്റെ സാങ്കേതികമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ വിളിച്ചിരുത്തിയിട്ടില്ലേ? അല്ലാതെ ഭക്തരെ വിളിച്ചിരുത്തി ഈ ക്ഷേത്രം നമുക്ക് വികസിപ്പിക്കണം എന്ന് പറയുകയാണോ വേണ്ടത്? അല്ല, ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും ആളുകൾ അവിടെ വിവിധ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സന്നദ്ധമാണ്. അപ്പൊ ആ പണം സ്ട്രീം ചെയ്ത് കൊണ്ടുവരിക എന്നതാണോ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? അല്ല, സ്ക്രീൻ ചെയ്യലല്ല.
നമ്മൾ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് ഒരു 25 കൊല്ലക്കാലം കഴിയുമ്പോൾ എങ്ങനെയാണ് ശബരിമല ഇനി വികസിക്കേണ്ടത്, അതിനെന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിർവഹിക്കപ്പെടേണ്ടത്, ആ നിർവഹിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. ശബരിമലയ്ക്ക് നിലവിൽ ശ്രീ അനിൽകുമാർ ഒരു മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇപ്പോഴും നമുക്കത് അതിനെ ഒരു സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം മാസ്റ്റർ പ്ലാനുകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിന് വേണ്ട ഫണ്ട് കണ്ടെത്തലാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം കൊണ്ട്? കാരണം കണ്ടിട്ടുണ്ട് ഈ ചിലപ്പോൾ വിദേശയാത്രയൊക്കെ നടത്തുമ്പോൾ മലേഷ്യയിൽ നിന്നൊക്കെ ഇതിനു വേണ്ടി മാത്രം 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ വരുന്ന തമിഴ് ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് അവർക്കൊക്കെ വലിയ രീതിയിൽ അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവർക്ക് ഈ അയ്യപ്പനെ കണ്ടാൽ മാത്രം മതി, അങ്ങനെയുള്ളവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശബരിമലയ്ക്ക് വേണ്ടി അയ്യപ്പന് വേണ്ടി പണം ചെലവാക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിക്കുകയാണോ ഇതിന്റെ ലക്ഷ്യം? അങ്ങനെയല്ല. അങ്ങനെ വന്നു പോകുന്നവർക്ക്, എല്ലാ വർഷവും വന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച്, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്ക് കൂടി സ്വീകാര്യതയുള്ള ഇടമാണ് എന്നൊരു ധാരണ ഉണ്ടാകണം. എന്ത് വേണം? അവർക്ക് അവിടെ സമർപ്പിക്കാനായ അവസരങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ ഭാഗമായിട്ട് നിരവധിയായ പദ്ധതികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയ്ക്ക് ഉള്ളിൽ വനത്തിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ കേരള സർക്കാർ. ഇടപെടുന്നതിൽ ക്ഷമിക്കണം, ഒന്ന് കൃത്യമായി ഇതിനെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഇത് ആഗോള അയ്യപ്പ സംഗമമാണോ അതോ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള വികസന സംഗമമാണോ? അതെ, മനസ്സിലാക്കേണ്ട കാര്യം, ശബരിമല എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇന്നേവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധമുള്ള വ്യത്യസ്തമായ ഒരു ധാരകളുള്ള ഒരു സങ്കേതമാണ്. ലോകത്തെ എല്ലാ ആളുകളും ജാതിമത ഭേദമില്ലാതെ വന്നു ചേരുന്ന ഒരിടമാണ്. ലോകത്തെ ധാരാളം ആളുകൾക്ക് അതിനോട് താല്പര്യമുണ്ട്. ലോക കേരള സഭ എങ്ങനെയാണ് കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നത്? എന്തെല്ലാം പരിഹാസമായിരുന്നു. നമുക്ക് തുടങ്ങാം. പേര് കുറച്ചും കൂടി ഈ അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ വിശ്വാസം കൂടി ചേരുന്നുണ്ട്. അയ്യപ്പൻ ഒരു ഡേറ്റിയാണ്, അവിടെ വിശ്വസിക്കുന്ന ആളുകളാണ്. ശബരിമല എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ശബരിമല വികസന സംഗമം എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഒഴിവാക്കാമായിരുന്നു. ദയവേത് അങ്ങൊന്ന് ലൈനിൽ തുടരണം. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധി. അഡ്വക്കേറ്റ് അനിൽ, താങ്കൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കാണുമല്ലോ. എന്തുകൊണ്ടാണ് ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന അയ്യപ്പ വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളെയൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ആ ക്ഷേത്രത്തിന് ചെയ്തിട്ടുള്ള ദ്രോഹം അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളോട് ചെയ്തിട്ടുള്ള ദ്രോഹം ഈ സമൂഹത്തിന് അറിയാമല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അടുത്തത്, ഇതിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു വികസന പദ്ധതി സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഗമമാണ്. അതെ, ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഇതൊരു അയ്യപ്പ ഭക്തജന സംഗമമല്ല, അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ സംഗമമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് സത്യമെന്നാണ് ഞങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത്. അയ്യപ്പ ഭക്തജന സംഗമം നടത്താൻ ഏതായാലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ സാധിക്കില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഒരു അയ്യപ്പ ഭക്തജന സംഗമമായിരുന്നു അവിടെ നടത്തേണ്ടിയിരുന്നതെങ്കിൽ ഈ ഒരു അയ്യപ്പ ഭക്തന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കടന്ന് അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളതാണ് ഒരു അയ്യപ്പ ഭക്തനാവുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ലക്ഷണം. ബാക്കി എന്തുമായിക്കൊള്ളട്ടെ. അപ്രകാരം ഒരു യോഗ്യത ഈ മന്ത്രിക്കോ ഈ മന്ത്രിസഭയിലെ മഹാഭൂരിപക്ഷം വരുന്ന മന്ത്രിമാർക്കോ ഇല്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ പങ്കെടുക്കാൻ സാധിക്കത്തില്ല അയ്യപ്പ